നമസ്കാരം. നമ്മളിന്ന് +1 കെമിസ്ട്രിയുടെ ഫോക്കസ് ഏരിയ ബേസ് ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഇക്വിലിബ്രിയം ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇക്വിലിബ്രിയം എന്താന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. അപ്പോ എ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ഈസ് കോൾഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അതായത് ഒരു ഡയറക്ഷനിൽ മാത്രം നടന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്തിട്ട് നമുക്ക് NaCl H2O കിട്ടുന്ന റിയാക്ഷൻ, അതൊരു സിംഗിൾ ഡയറക്ഷനിൽ ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അതാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. ഇനി രണ്ട് ഡയറക്ഷനിൽ നടക്കുകയാണെങ്കിൽ ബോത്ത് ഡയറക്ഷനിലേക്ക് നടക്കുന്ന റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ്. അതായത് ഇവിടെ റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാവുകയും അതേസമയം പ്രൊഡക്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് റിയാക്ടന്റ് ആയി മാറുകയും ചെയ്യും. ഓക്കെ, ഇത് ഹാബർ പ്രോസസ് അമോണിയ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ്. അത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ആവുന്ന ആ ഒരു റിയാക്ഷന്, അത് ഇങ്ങോട്ടുള്ള ഈ ഡയറക്ഷൻ അല്ലെ, നൈട്രജൻ അടിഞ്ഞ് റിയാക്ട് ചെയ്ത് അമോണിയ ഉണ്ടാവുന്ന ഈ ഡയറക്ഷനെ അതിന് വിളിക്കുന്നവരാണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അവർ തിരിച്ച് അമോണിയ ബ്രേക്ക് ചെയ്തിട്ട് റിയാക്ടന്റായി മാറും, നൈട്രജനും ഹൈഡ്രജനും മാറുന്ന റിയാക്ഷനെ ഇതിന് വിളിക്കുന്നവരാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് തിരിച്ചിങ്ങോട്ടുള്ളതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻസ്. അപ്പോൾ ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് എത്തുമ്പോൾ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം അത് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാം. അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ആർ ഈക്വൽ. രണ്ടിന്റെയും, അതായത് ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡും ഈക്വൽ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനെ വിളിക്കുന്നവരാണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇക്വിലിബ്രിയത്തിന് ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണ് ഇക്വിലിബ്രിയം ഡൈനാമിക് ഇൻ നേച്ചർ. നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഈ ഒരു നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് അമോണിയ ഉണ്ടാവുന്നു. അപ്പൊ തുടക്കത്തിൽ അമോണിയയുടെ അളവ് കൂടി വരും. കുറച്ച് കഴിയുമ്പോൾ അമോണിയയുടെ അളവ് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ഇനി അഡീഷണൽ ആയി ഉണ്ടാവുന്ന അമോണിയ ഒക്കെ തന്നെ ബ്രേക്ക് ചെയ്ത് നൈട്രജനും ഹൈഡ്രജനെ മാറുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അവിടെ റിയാക്ഷൻ നടക്കുന്നില്ലെന്നായിരിക്കും നമ്മൾ വിചാരിക്കുക, കാരണം അമോണിയയുടെ അളവ് മാറുന്നില്ലല്ലോ. പക്ഷെ അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് ഇവിടെ ഫോർവേഡ് നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് അമോണിയ ഉണ്ടാകുന്നുണ്ട്. അതേസമയം അവിടെ അമോണിയ ബ്രേക്ക് ചെയ്ത് ആരെ മാറുന്നു? നൈട്രജനും ഹൈഡ്രജനും മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ അളവ് മാറാത്തത്. അപ്പൊ അവിടെ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡൈനാമിക് മീൻസ് അവിടെ മൂവ്മെന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ഇക്വിലിബ്രിയത്തെ കുറിച്ച് നമുക്ക് തുടക്കത്തിൽ അറിയാനുള്ളത്. ഇനി അടുത്തതാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. ഒത്തിരി തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ് ഇത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഡെഫിനേഷനൊക്കെ ആദ്യം തന്നെ വായിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഞാനത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു റിയാക്ഷൻ, ജനറൽ ആയ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. നമ്മളെപ്പോഴും കെമിസ്ട്രിയിൽ ജനറൽ റിയാക്ഷൻസ് ഇങ്ങനെയാണ് എടുക്കുന്നത്. A plus BB gives C plus DD. ഇവിടെ ഈ സ്മോൾ ലെറ്റർ എയും ബിയും സിയും ഡിയും ഒക്കെ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്പറുകളാണ്. ഇപ്പൊ ഇവിടെ ഈ ഒരു റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നൈട്രജന്റെ കൂടെ നമ്പർ ഒന്നുമില്ലെങ്കിൽ അർത്ഥം 1 എന്നാണ്. അതുപോലെ 3, പിന്നെ ഇവിടെ പ്രൊഡക്റ്റിന്റെ കൂടെ 2 ഉണ്ട്. ഈ നമ്പറുകൾ ആണ് ഇവിടെ സ്മോൾ ലെറ്റർ എയും ബിയും സിയും ഡിയും കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ റിയാക്ടന്റുകളെയും പ്രൊഡക്റ്റുകളെയുമാണ് എയും ബിയും, ഇതാണ് റിയാക്ടൻസ്, പ്രൊഡക്റ്റ് സിയും ഡിയും കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അതിന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് Kc. നമ്മൾ സാധാരണയായിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കോൺസെൻട്രേഷന്റെ ടേമിലാണ് പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ പ്രൊഡക്റ്റുകൾ ഇവിടെ ആരൊക്കെയാണ്? സിയും ഡിയുമാണ് അല്ലെ. അപ്പോ സിയുടെ പവറിൽ ഈ കോൺസെൻട്രേഷൻ ഓഫ് C to the power C, concentration of D to the power D by concentration of A to the power A into concentration of B to the power B. ഈ കോൺസെൻട്രേഷന്റെ പവറിലേക്ക് ഇവിടെ കൂടെയുള്ള ഈ കോയിഫിഷ്യൻസ് നമ്മൾ എഴുതുന്നുണ്ട്, പവറിൽ അത് എഴുതുന്നുണ്ട് അല്ലെ. അപ്പൊ പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ് അതാണ് അവിടെ വരുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ S2 plus I2 gives 2HI എന്ന് പറയുന്ന ഈ റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പൊ Kc ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് നമ്മൾ പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. ശ്രദ്ധിക്കണം, കോൺസെൻട്രേഷൻ ടേമിൽ എഴുതുന്നതാണ്. അപ്പൊ പ്രൊഡക്റ്റ് ഇവിടെ HI ആണ്. അപ്പൊ HI എഴുതി, അതിന്റെ കൂടെയുള്ള കോയിഫിഷ്യന്റ് 2 അത് പവറിലേക്ക് എഴുതി, 2 പവറിൽ എഴുതി. ഇനി ബൈ റിയാക്ടന്റ് ഹൈഡ്രജനും അയോഡിനാണ്. അപ്പൊ ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ ഇൻടു അയോഡിന്റെ കോൺസെൻട്രേഷൻ. ശ്രദ്ധിക്കുക, പലപ്പോഴും പലർക്കും തെറ്റാറുണ്ട്. ഇവിടെ പ്ലസ് കാണുമ്പോൾ ഇത് നടുഭാഗത്ത് പ്ലസ് ഇട്ടൊക്കെ വെക്കലുണ്ട്. അത് ശ്രദ്ധിക്കണം, അവിടെ ഇൻടു ആണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്തതാണ് അമോണിയയുടെ ഈ പ്രിപ്പറേഷൻ ആയിട്ട് നൈട്രജൻ പ്ലസ് 3H2 gives 2NH3 എന്ന റിയാക്ഷൻ. ഇതിന്റെ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് എഴുതി വെക്കാം. ഇവിടുത്തെ പ്രൊഡക്റ്റ് അമോണിയ ആണ്.
അപ്പൊ അമോണിയ എഴുതി അല്ലെ, അതിന്റെ പവറിൽ ആരെണ്ണം കോയിഫിഷ്യന്റ് ആയിട്ടുള്ള 2 എഴുതി, ഡിവൈഡ് ബൈ റിയാക്ടൻസ് നൈട്രജനും ഹൈഡ്രജനും ഉണ്ട്. നൈട്രജന് കോയിഫിഷ്യന്റ് ഇല്ലാത്തതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഇൻറ്റു ദെൻ ഹൈഡ്രജന്റെ കോയിഫിഷ്യന്റ് 3 ഉണ്ട്, അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ടു ദ പവർ 3. ഓക്കെ, നമുക്ക് ഇനി ആ ലോ ഒന്ന് നോക്കി നോക്കാം. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം പറയുന്നത് എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ടു ദാറ്റ് ഓഫ് റിയാക്ടൻസ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ കണ്ടുണ്ടായി, അതായത് ഇവിടെ നമ്മൾ കണ്ട കാര്യം എന്താണ്? ഇവിടുത്തെ റിയാക്ഷൻ എടുക്കുമ്പോൾ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ ആരൊക്കെയാ? സിയും ഡിയും അല്ലെ. അവരുടെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി. ഇനി സി എത്ര എണ്ണം ഉണ്ട്? സ്മോൾ ലെറ്റർ സി ഉണ്ട്, അപ്പൊ അതിന്റെ പവറിൽ സി കൊടുക്കണം. ഇനി ഡി എത്ര എണ്ണം ഉണ്ട്? സ്മോൾ ലെറ്റർ ഡി ഉണ്ട്, അപ്പൊ പവറിൽ ഡി കൊടുക്കണം. അത് എന്താ, ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഇൻ കേസ് അവിടെ 2സിയും അതുപോലെ തന്നെ 3ഡിയും ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യും, പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി 2 എണ്ണം ഉണ്ടല്ലോ, അപ്പൊ സി ഇൻറ്റു സി എന്ന് എഴുതും അല്ലെ. അതുപോലെ ഡി 3 എണ്ണം ഉണ്ടല്ലോ, അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി. അപ്പൊ ഇതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതിയല്ലോ, കോൺസെൻട്രേഷൻ ഓഫ് സി സ്ക്വയർ അല്ലെ, കോൺസെൻട്രേഷൻ ഓഫ് ഡി ക്യൂബ്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. അതായത് നമ്മൾ ഈ കോയിഫിഷ്യൻസ് അതുകൊണ്ടാണ് നമ്മൾ പവറിലേക്കായിട്ട് എഴുതാനുള്ള കാരണം. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ? അവിടെയുള്ള എല്ലാ പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ എല്ലാ റിയാക്ടൻസിന്റെയും കോൺസെൻട്രേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ ടു ദ പവർ എ, ഇവിടെ നമുക്ക് സ്മോൾ ലെറ്റർ സിയും ഇവിടെ ഡിയും ആണ്. കോൺസെൻട്രേഷൻ ഓഫ് ബി ടു ദ പവർ ബി അല്ലെ. അപ്പൊ നമ്മൾ ചെയ്ത എന്താണ്? ഇവിടെ പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻസ് മൾട്ടിപ്ലൈ ചെയ്തു ബൈ റിയാക്ടന്റ് കോൺസെൻട്രേഷൻസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഈ റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതിനെയാണ് ഈ ലോ പറയുന്നത്. നമുക്കൊന്നുകൂടെ വായിക്കാം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് അല്ലെ, പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷനുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് ഈ പ്രൊഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട്. ഓക്കെ, ഇൻ വിച്ച് ഈച്ച് കോൺസെൻട്രേഷൻ ടേംസ് ഈസ് റൈസ്ഡ് ടു എ പവർ വിച്ച് ഇസ് ഈക്വൽ ടു സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഇതിന്റെയും കോൺസെൻട്രേഷന്റെ പവറുകൾ ആര് വരും? കൂടെയുള്ള കോയിഫിഷ്യൻസ് വരും. അപ്പൊ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ആ സെന്റൻസ് വേണമെങ്കിൽ ഒഴിവാക്കാം. ദ ബാലൻസ്ഡ് ഇക്വേഷൻ ഹാസ് എ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പൊ വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ആളുകൾ ഇങ്ങനെ പഠിച്ചാൽ മതി. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ടു ദാറ്റ് ഓഫ് റിയാക്ടന്റ് ഹാസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഇടയിലത്തെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, അതായത് പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷനുകളുടെ പ്രൊഡക്റ്റും അതുപോലെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി അതിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമ്മളിപ്പോ ഒരു റിയാക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ H2+I2 ഗിവ്സ് 2HI എന്ന് പറയുന്ന റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് Kc എന്ന് വിചാരിക്കുക. നമ്മൾ ഈ റിയാക്ഷൻ റിവേഴ്സ് ചെയ്തു, അതായത് 2HI ഗിവ്സ് H2+I2. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താവും? റിവേഴ്സ് ആകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാം. അപ്പൊ R ഗിവ്സ് P എന്ന് പറയുന്ന ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആണെങ്കിൽ ഇത് റിവേഴ്സിബിൾ ആയിരിക്കണം കേട്ടോ, സോറി. അപ്പൊ P റിവേഴ്സിബിളി ഗിവ്സ് R എന്ന് പറയുന്ന റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത് Kc ഡാഷ് പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൊടുക്കാം, which is equal to 1/Kc. അതുപോലെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്. നമ്മൾ ഈ ഒരു റിയാക്ഷനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു വിചാരിക്കുക. ഇൻ കേസ് ഞാൻ റിയാക്ടന്റെയും പ്രൊഡക്റ്റിനെയും ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ പുതിയ റിയാക്ഷൻ ഇങ്ങനെ വരും. അപ്പൊ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പവറിൽ ആര് വരണം? ഈ n ഇടണം. അതായത് നമ്മൾ ഈ ഒരു റിയാക്ഷനെ ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പവറിൽ ആ നമ്പർ എഴുതാനായിട്ട് മറക്കരുത്. ഇതൊക്കെ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഗ്യാഷ്യസ് റിയാക്ഷൻസ്, അതായത് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ഒക്കെ ഗ്യാസ് ആയി വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുക? അപ്പൊ അവിടെ നമ്മൾ സാധാരണയായിട്ട് കോൺസെൻട്രേഷന് പകരം പ്രഷർ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ജനറൽ റിയാക്ഷൻ ആയിട്ട് അപ്പൊ A പ്ലസ് B റിവേഴ്സിബിളി ഗിവ്സ് C+D എന്ന് പറയുന്ന റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ അപ്പൊ Kp എന്നാണ്. നേരത്തെ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പൽ ഇട്ടിരുന്നു, ഇതിനെ വായിക്കുന്ന കോൺസെൻട്രേഷൻ ആണ്. പക്ഷെ നമുക്ക് പ്രഷറിന് അങ്ങനെ ഒരു സിമ്പൽ ഇല്ല, അപ്പൊ P തന്നെ യൂസ് ചെയ്യാം. P അപ്പൊ പ്രഷർ ഓഫ് C ടു ദ പവർ C ഇൻടു പ്രഷർ ഓഫ് D ടു ദ പവർ D. നേരത്തെ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് C ടു ദ പവർ C, കോൺസെൻട്രേഷൻ ഓഫ് D ടു ദ പവർ D എന്നൊക്കെ പറഞ്ഞ പോലെ പ്രഷർ ഓഫ് C ടു ദ പവർ C ഇൻടു പ്രഷർ ഓഫ് D ടു ദ പവർ D ബൈ പ്രഷർ ഓഫ് A ടു ദ പവർ A ഇൻടു പ്രഷർ ഓഫ് B ടു ദ പവർ B. ഇതാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ ഗ്യാസ് വരുന്ന കേസിൽ ഇങ്ങനെയാണ് ഉപയോഗിക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. H2+I2 gives 2HI. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാം ഗ്യാസ് ആണല്ലോ ഉള്ളത്. അപ്പൊ Kp is equal to പ്രഷർ ഓഫ് HI അല്ലെ, അതിന് പവർ എത്ര വരും? കോയിഫിഷ്യന്റ് 2 ആണ്, സോ പവറിൽ 2 വരും ബൈ
പ്രഷർ ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു പ്രഷർ ഓഫ് I2 അല്ലെ, നമ്മൾ പ്രൊഡക്റ്റിന്റെ പ്രഷർ ബൈ റിയാക്ടന്റ് പ്രഷർ. അവിടെ കോയിഫിഷ്യൻസ് പവറിൽ എഴുതാനായിട്ട് മറക്കരുത്. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം ഇതാണ്, നമുക്ക് ഇക്ലിബ്രിയംസ് ശരിക്കും രണ്ട് തരത്തിലുണ്ട്, ഹോമോജീനിയസ് ഇക്ലിബ്രിയം ആൻഡ് ഹെട്രോജീനിയസ് ഇക്ലിബ്രിയം. അത് നമുക്ക് ഫോക്കസ് ഏരിയയിൽ എടുത്ത് പറയുന്നില്ല, പക്ഷെ നമുക്കത് അറിഞ്ഞിരിക്കണം. അതായത് ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടന്റും പ്രൊഡക്റ്റും ഒരേ ഫേസിലായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അങ്ങനെ അല്ലാത്ത കേസസ് ഉണ്ട്. ഇപ്പൊ ഇത് സ്ഥിരമായിട്ട് എക്സാം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്ന ഒരു റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് വിചാരിക്കാം. ഇതിന്റെ KPയും KCയും എഴുതാനൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഇപ്പൊ KC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്ത് എഴുതും, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ. ഇപ്പൊ പ്രൊഡക്റ്റ് ഇവിടെ കാൽസ്യം ഓക്സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, രണ്ടിന്റെ കൂടെ കോയിഫിഷ്യൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പവറിലൊന്നും എഴുതുന്നില്ല, ബൈ റിയാക്ടന്റ് കാൽസ്യം കാർബണേറ്റ് ആണ്. പക്ഷെ നമ്മൾ പൊതുവെ സോളിഡിന്റെയും അതുപോലെ തന്നെ ലിക്വിഡിന്റെയും കോൺസെൻട്രേഷൻസ് എപ്പോഴും 1 ആയിട്ടാണ് എടുക്കാറുള്ളത്. അപ്പൊ ഇതിന് രണ്ടിന്റെയും കോൺസെൻട്രേഷൻസ് 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അവിടെ ഉണ്ടാവുന്നത് ആര് മാത്രമായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ മാത്രമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഗ്യാസിന്റെ ഇത് മാത്രം എടുത്താൽ മതി. അപ്പൊ ഗ്യാസും അതുപോലെ തന്നെ അക്വസ് വരുമ്പോഴും അത് നമ്മൾ കൺസിഡർ ചെയ്യണം. സോളിഡ് ലിക്വിഡ് മാത്രമാണ് 1 ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി KP എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, പ്രഷർ ഓഫ്, അവിടെ ഗ്യാസ് മാത്രമല്ലേ കൺസിഡർ ചെയ്യണ്ടു, പ്രഷർ ഓഫ് CO2. അപ്പൊ ഇതും കൂടെ അറിഞ്ഞിരിക്കണം. അടുത്തൊരു പ്രോബ്ലം നോക്കാം. അതായത് എക്സാമിൻ ദ കെമിക്കൽ ഇക്വേഷൻ 4NH3 + 5O2 റിവേഴ്സിബിളി ഗിവ്സ് 4NO + 6H2O. റൈറ്റ് എക്സ്പ്രഷൻ ഓഫ് for equilibrium constant Kc for the above equilibrium. What happens to Kc if the balanced equation is multiplied throughout by a factor of 2? അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ട പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ ആണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെയാണ്, NO. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് NO കോയിഫിഷ്യന്റ് ആയിട്ട് 4 ഉള്ളതുകൊണ്ട് പവറിൽ 4 ഇട്ടു, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O ടു ദ പവർ 6 ബൈ then reactant ammonia NH3 to the power 4 into oxygen to the power 5. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ വാട്ടേണ്ടത് 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം, NO to the power 4 divided by NH3 to the power 4 into O2 to the power 5. ഓക്കെ, അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് നമ്മൾ നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി, ഈ റിയാക്ഷൻ നമ്മൾ ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് ചെയ്യണം, അത് പവറിൽ ആ നമ്പർ കൊടുക്കണം. അതല്ലേ പറഞ്ഞിരുന്നേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, വാട്ട് ഹാപ്പൻസ് ടു KC ദ ബാലൻസ്ഡ് ഇക്വേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ത്രൂ ഔട്ട് ബൈ എ ഫാക്ടർ ഓഫ് 2. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പവറിലേക്ക് ആ നമ്പർ വരണം. അടുത്ത ടോപ്പിക്കാണ് റിലേഷൻ ബിറ്റ്വീൻ KP ആൻഡ് KC. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇത്. ഇതിന്റെ ഡെറിവേഷൻ ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്, ഏതൊരു മോഡൽ എക്സാമിനാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ നമുക്ക് ചെയ്യണം. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ ഇപ്പോൾ എഴുതുന്ന പോലെ ഫോർ എ ജനറൽ റിയാക്ഷൻ അല്ലെങ്കിൽ കൺസിഡർ എ ജനറൽ റിയാക്ഷൻ, നമ്മളൊരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ജനറൽ റിയാക്ഷൻസ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, നമ്മൾ ആ ഒരു ഫോർമാറ്റ് നേരത്തെ പഠിച്ച പോലെ AA + BB റിവേഴ്സിബിൾ ഗീവ്സ് CC + DD. ഓക്കെ, അപ്പൊ ഇതിന്റെ ആദ്യം തന്നെ KP എഴുതി വെക്കാം. KP എന്ന് പറഞ്ഞത് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക, പ്രഷർ ഓഫ് C ടു ദ പവർ C into pressure of D to the power D by pressure of A to the power A into pressure of B to the power B. ഓക്കെ, നമുക്ക് ഇതിനെ ഇനി കോൺസെൻട്രേഷനുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ മുമ്പ് പഠിച്ച ചില ഇക്വേഷൻസ് ഇവിടെ ആവശ്യമുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ അകത്ത് PV = nRT എന്നുള്ളത് അല്ലെ. അപ്പൊ P = നമുക്ക് N/V × RT എന്ന് എഴുതാം. ഈ വോളിയം താഴേക്ക് എടുത്താണ്. ഈ നമ്പർ ഓഫ് മോൾസ് പെർ വോളിയത്തെ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേഷൻ. അപ്പൊ പ്രഷറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, കോൺസെൻട്രേഷൻ. ഇത് കോൺസെൻട്രേഷൻ ആണ് കേട്ടോ, കോൺസെൻട്രേഷൻ ഇൻറ്റു RT എന്ന് കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ C എന്നാണ് കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്ത ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് A ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് A ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രഷർ ഇക്വേഷൻ കോൺസെൻട്രേഷൻ ഇൻറ്റു RT. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഇതിന് പകരം എന്ത് കൊടുക്കാം, KP = പ്രഷർ ഓഫ് സിക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു RT ഓൾ പവർ C ഇൻറ്റു അടുത്തതില് കോൺസെൻട്രേഷൻ ഓഫ് D ഇൻറ്റു RT ഓൾ പവർ D ബൈ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു RT ടു ദ പവർ A കോൺസെൻട്രേഷൻ ഓഫ് B ഇൻറ്റു RT ടു ദ പവർ B. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഇനി കോൺസെൻട്രേഷന്റെ ടേംസ് ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ, അതായത് കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C ടു ദ പവർ C, then concentration of D to the power D, then concentration of A to the power A,
കോൺസെൻട്രേഷൻ ഓഫ് ബി ടു ദ പവർ ബി. ഇതിന് മുകളിലെ ആർ ടി റേസ് ടു സി ഉണ്ട്, ആർ ടി റേസ് ടു ഡി ഉണ്ട്. അപ്പൊ നമുക്ക് ആർ ടി റേസ് ടു സി പ്ലസ് ഡി എന്ന് എഴുതാം. അതുപോലെ താഴെയാണെങ്കിൽ ആർ ടി റേസ് ടു ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, അപ്പൊ എ പ്ലസ് ബി എന്ന് എഴുതാം അല്ലെ. നമുക്ക് ഇവിടെ രണ്ടും കൂടെ ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? കെ പി ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ ആരാണ്? കെ സി അല്ലേ. കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ഡി അല്ലെ. സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ഡി. ഇനി നമുക്ക് ചുരുക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഇവിടെ ഇതാണ് കെ പിയും കേസും റിലേഷൻ. ഇവിടെ ഡെൽറ്റ എൻ എന്ന് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് ഗ്യാഷ്യസ് റിയാക്ടന്റ്. അപ്പൊ ഗ്യാസുള്ള പ്രൊഡക്റ്റും റിയാക്ടന്റ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്തുള്ള കാര്യം പ്രത്യേകം ആലോചിച്ചിരിക്കണം. നമുക്ക് അതിന്റെ സ്പെഷ്യൽ കേസസ് ഒന്ന് നോക്കാം. അതായത് നമുക്ക് കണ്ടു ഇപ്പൊ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എന്നാന്ന് കണ്ടല്ലോ. അപ്പൊ ഡെൽറ്റാനിന്റെ വാല്യൂ 0 ആവാണെങ്കിൽ ആർ ടി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ പവർ 0 1 ആവും. അപ്പൊ ആർ ടി റേസ് ടു 0 1 ആയി. അപ്പൊ കെ പി ഈക്വൽ ടു കെ സി ആവും. ഇനി ഡെൽറ്റ എൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഡെൽറ്റ എൻ ഗ്രേറ്റർ ദാൻ പോസിറ്റീവ് വാല്യൂ കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം കെ പി ഇസ് ഗ്രേറ്റർ ദാൻ കെ സി എന്ന് പറയാം. ഇനി ഡെൽറ്റ എൻ ലെസ് ദാൻ 0 അഥവാ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം കെ പി ലെസ് ദാൻ കെ സി എന്ന് പറയാം. അതൊരു 3 സിറ്റുവേഷൻസ് അറിഞ്ഞിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. For the equilibrium 2NOCl gives 2NO plus Cl2, the value of equilibrium constant Kp തന്നിട്ടുണ്ട് at 500 Kelvin. Calculate Kc for the reaction at the same temperature. അപ്പൊ ഇവിടെ നമ്മൾ Kp യുടെ വാല്യൂ തന്നിട്ടുണ്ട് 1.8 into 10 raised to minus 2. ഇനി നമുക്കറിയാം Kp കേസിന്റെ റിലേഷൻ എന്താ? Kp ഈക്വൽ ടു Kc into RT raised to delta n ആണ്. ഇവിടെ ആറിന്റെ വാല്യൂ ശ്രദ്ധിക്കുക. സാധാരണ എടുക്കുന്ന 8.314 അല്ല എടുക്കുന്നത്, 0.083 അതാണ് എടുക്കുന്നത്. ലിറ്റർ ബാർ പെർ കെൽവിൻ പെർ മോൾ അതാണ് നമ്മൾ എടുക്കുന്ന യൂണിറ്റ്, ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് അപ്പൊ 6 കെ പി കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് 6 കിട്ടിയിട്ടുണ്ട്. ടെമ്പറേച്ചർ ഇസ് 500 കെൽവിൻ ആണ്. ദെൻ ഡെൽറ്റ എൻ വേണം അല്ലെ. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ എത്രയാ? നമ്പർ ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് ഗ്യാഷ്യസ് റിയാക്ടന്റ്. അപ്പൊ ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് എത്രയുണ്ട്? ഇവിടെ 2 നൈട്രജൻ മോണോക്സൈഡ് 1 ക്ലോറിൻ. അപ്പൊ മൊത്തം 3 ആളുണ്ട് അല്ലെ, 3 പ്രൊഡക്റ്റ്. റിയാക്ടന്റോ 2 NaCl ആണ്. അപ്പൊ 2, 3 മൈനസ് 2 1. ഡെൽറ്റ എന്നിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പൊ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ആണ് ഉള്ളത്. നമുക്ക് കെ സി ആണ് കാണേണ്ടത്. സോ കെ സി ഇസ് ഈക്വൽ ടു ഇത് താഴേക്ക് എടുക്കാം. അപ്പൊ കെ പി ബൈ ആർ ടി റേസ് ടു ഡെൽറ്റ എൻ എന്നാവും. ഇവിടെ ഡെൽറ്റന്റെ വാല്യൂ 1 ആണ്. അപ്പൊ കെ പി ബൈ ആർ ടി എന്ന് വരും. ഓക്കെ, അപ്പൊ കെ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദെൻ ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ടെമ്പറേച്ചർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വിൽ ഗെറ്റ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം.